മക്കളെ, വെൽക്കം ബാക്ക് ടു എം എസ് സൊല്യൂഷൻ. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് അറിയാലോ, പഠിക്കൽ ഒരു ഡിസ്കഷൻ ആണ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആട്ടോ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട സമയത്ത് വളരെ ഹാപ്പി ആയി ഉണ്ടാവും. കാര്യം എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ ആരൊക്കെ ക്യാരറ്റ് സ്കെച്ചുകളൊക്കെ വന്നടാ അല്ലെ? നമ്മൾ ക്യാരറ്റ് സ്കെച്ചുകളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വന്നില്ലേ? ഓൾഡ് മാൻ്റെ ക്യാരറ്റ് സ്കെച്ച് വന്നു, അതുപോലെ അരുണാചലം മുരുകാനന്ദനുള്ള ലെറ്ററിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, അത് വന്നു. അതുപോലെ പിന്നെ നമ്മൾ ചോദിച്ച ചോദ്യങ്ങളല്ലേ, നമ്മളെ ഗ്രാമർ ആണെങ്കിൽ എല്ലാം നമ്മൾ പറഞ്ഞു തന്നെ വന്നിട്ടുള്ളത്. അപ്പൊ ഇനി ടെൻഷൻ അടിക്കണ്ട, നമ്മളെ കൂടെ കൂടിക്കോ എന്ന് ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞു തരുന്നു കേട്ടോ. ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ ആക്കണേ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നെക്സ്റ്റ് വരാനിരിക്കുന്ന വീഡിയോസ് ഒക്കെ എനേബിൾ ചെയ്ത് വെച്ചോളൂ. നോ ടെൻഷൻ, നമ്മളുള്ളപ്പോൾ നിങ്ങൾ എന്തിനു പേടിക്കണം കേട്ടോ. ബൈ ദ വേ, ഞാൻ നേരെ നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും കേട്ടോ. നോക്കൂ, നിങ്ങൾ ഓരോ ചോദ്യങ്ങളിലേക്ക് നമുക്ക് കയറി പോകാൻ പറ്റും. ഇവിടെ ഈ ബോയിനെ കുറിച്ച് കണ്ടില്ലേ, നമ്മളൊരു ബോയിന്റെ ഇവിടെ ഒരു അമ്മ ഉണ്ട് അല്ലേ? എന്തമ്മയാണ് പറ? മെറ്റേണൽ അമ്മയാണ്, മെറ്റേണൽ ആണ് അല്ലേ? സൊലൈസ് മെറ്റേണൽ അല്ലേ? സൊലൈസ് മെറ്റേണൽ എന്ന് പറയുന്ന ഇതാണ് ഉത്തരം വന്നത്. പിന്നെ ആരാണ് ബോയിനെ കുറിച്ച് പറഞ്ഞു? ബോയ് ഭയങ്കര ജോയ്ഫുൾ ആണ്. എന്ത് ജോയ്ഫുൾ ആടാ അല്ലേ? ജോയ്ഫുൾ മൊമെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ആ കുട്ടി ആസ്വദിക്കുന്നത് ജോയ്ഫുൾ മൊമെന്റ് ആണ് കേട്ടോ. മൊമെന്റിനെ കുറിച്ച് പറഞ്ഞു, എന്ത് മൊമെന്റ് ആണ് പറ? ജോയ്ഫുൾ മൊമെന്റ് ആണ്. ക്ലിയർ? അത്രേ ഉള്ളൂ അതിന്റെ ഉത്തരം കേട്ടോ. എഴുതിയത് ശരിയാണോ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിപ്പോർട്ടഡ് സ്പീച്ച് ആട്ടോ. റിപ്പോർട്ട് ദ ഫോളോയിങ് സെന്റൻസ് പറയുന്നതാണ്. ബബ്ലു അല്ലെ, ഗൗരി ബബ്ലും തമ്മിലുള്ള സംഭാഷണമാണ്. നോക്കാം നമുക്ക്. ഇഫ് ഐ സ്റ്റാർട്ട് ബൈ, നിങ്ങൾ എഴുതി ശരിയാണോ നോക്കൂ. ബബ്ലു, സോറി ഞാനിവിടെ കളർ മാറ്റാട്ടോ. ഗൗരി അല്ലേ, ഗൗരി ടോൾഡ് ബബ്ലു, ബബ്ലുവിനോട് പറഞ്ഞു, ബബ്ലു ദാറ്റ് എന്തെന്നാൽ, എന്താണ് പറ? ഇവിടെ ദാറ്റ് വെക്കണം, നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ഒരു സെന്റൻസ് ആണ്. ഇഫ് ഐ സ്റ്റാർട്ട് ബൈയിങ് അല്ലെ, ദാറ്റ് ഇഫ് ഐ എന്തായി മാറി? ഷീ അല്ലെ? ഐ എന്തായി മാറും മക്കളെ പറ? ഇവിടെ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ആണെന്നുള്ളത് ഞാൻ ഇവിടെ ഒന്നുകൂടെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഓരോ ചേഞ്ചസ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കളർ മാറ്റിക്കാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കേട്ടോ. ശ്രദ്ധിക്കാം. ദാറ്റ് ബബ്ലു ദാറ്റ്. ഓക്കെ, ഇഫ് ഷീ, ഐ എന്തായി മാറി? ഷീ എന്തായി മാറി കേട്ടോ. Then start buying, if she start എന്തായി മാറും പറ? സ്റ്റാർട്ടഡ്. അപ്പൊ if she started buying അല്ലേ? started buying, if she started buying. നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ എഴുതിയെന്നുള്ളതൊന്ന് കൺഫേം ചെയ്യാൻ കേട്ടോ. if she started buying, then these packs അല്ലേ വന്നത്? അപ്പൊ these എന്തായി മാറും മക്കളെ പറ? those packs ആയി മാറും. those packs. ഓക്കെ, those packs every month. അതുപോലെ തന്നെ we will എന്തായി മാറും പറ? വി എന്തായി മാറും? ദേ അല്ലേ? അപ്പോൾ എവ്രി മന്ത്, അത് എവ്രി മന്ത് ഇവിടെ കേട്ടോ. വി എന്തായി മാറി? ദേ. വിൽ എന്തായി മാറും? വുഡ്. അപ്പൊ ദേ വുഡ്. നിങ്ങൾ ഇത്രയും ചേഞ്ചസ് ഒക്കെ ഇതിലുണ്ടോ സാറേ? ഇത്രയും ചേഞ്ചസ് ഉണ്ട്. റൺ ഷർട്ട് ഓഫ് മണി, ബാക്കിയുള്ള അതുപോലെ എഴുതി വെക്കുക. ക്ലിയർ? അപ്പൊ ബബ്ലുവിന്റെ മറുപടി എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ബബ്ലു സെഡ് അല്ലേ? ബബ്ലു ഓക്കെ റിപ്ലൈഡ്, അങ്ങനെ കൊടുക്കാൻ പറ്റും കേട്ടോ. ബബ്ലു റിപ്ലൈഡ് ദാറ്റ്. നോക്കൂ, ബബ്ലു റിപ്ലൈഡ് ദാറ്റ്, അല്ലെങ്കിൽ ബബ്ലു റിപ്ലൈഡ് ദാറ്റ് വേണ്ടിട്ടാ. ബബ്ലു ഇവിടെ നോക്കൂ, നിങ്ങൾ പ്ലീസ് സ്റ്റോപ്പ് എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ബബ്ലു റിക്വസ്റ്റഡ്. പ്ലീസ് കണ്ടാൽ നമ്മൾ എന്ത് വെക്കണം? നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട് പറ. റിക്വസ്റ്റഡ് വെക്കണം എന്നുണ്ട് കേട്ടോ. അപ്പൊ ബബ്ലു റിക്വസ്റ്റഡ്. ആരോടാണ് റിക്വസ്റ്റ് ചെയ്തത്? ഗൗരിനോട്. അല്ലെങ്കിൽ ബബ്ലു റിക്വസ്റ്റഡ് ഗൗരി എന്ന് എഴുതണമെങ്കിൽ എഴുതാ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എന്തിനെന്നറിയോ? സ്റ്റോപ്പ് തിങ്കിങ് അല്ലേ? അപ്പൊ റിക്വസ്റ്റഡ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വെക്കണം? സ്റ്റോപ്പ് എന്നാൽ നോക്കൂ, ടു സ്റ്റോപ്പ് തിങ്കിങ് അല്ലേ? ആ ടൂം കൂടെ വെച്ചു കൊടുക്കണം. നോക്കിക്കോളൂ കേട്ടോ, ആ ടൂം കൂടെ എന്ത് ചെയ്യണം? നിങ്ങൾ വെച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ടു സ്റ്റോപ്പ് തിങ്കിങ്. ക്ലിയർ? ടു സ്റ്റോപ്പ് തിങ്കിങ്. റെഡിൽ കാണുന്ന കേട്ടോ ചേഞ്ച് എന്ന് പറയുന്നത്. ലൈക്ക് ദാറ്റ് അല്ലേ? ലൈക്ക് ദാറ്റ്, അതിലൊന്നും മാറ്റമില്ല. ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് ഹെൽത്ത്. അവിടെ എന്താ മാറ്റുള്ളത് പറ? ഇറ്റ് ഈസ് എന്തായി മാറും മക്കളെ പറ? ഇറ്റ് വാസ് എ മാറ്റർ ഓഫ് ഹെൽത്ത് എന്നായി മാറും. ഇറ്റ് വാസ് എ മാറ്റർ ഓഫ് ഹെൽത്ത്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഹെൽത്ത്. ഇനി നോക്കിക്കോളാം, ഇറ്റ് ഈസ് തന്നെ നിങ്ങൾ വെച്ചാലും എന്തില്ല, ഒരു കുഴപ്പമില്ല. കാര്യം എന്താ അറിയോ? അത് പിന്നെ ഹെൽത്തിന്റെ കാര്യമാണ് എന്ന് പറഞ്ഞു, ഒരു കുഴപ്പമില്ല. ആയിരുന്നു. ഈസ് കണ്ടാൽ നിങ്ങൾ എന്താക്കണം മക്കളെ? വാസാക്കാനാണല്ലോ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇറ്റ് വാസ് എ മാറ്റർ ഓഫ് ഹെൽത്ത്, അങ്ങനെ എഴുതി വെച്ചോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. ശ്രദ്ധിക്കണേ. അപ്പൊ അതാണ് റിപ്പോർട്ട് സ്പീച്ച്. ഇനി നോക്കിക്കോളൂ, കോൺവെർസേഷൻ ഫില്ലിംഗ് ആട്ടോ. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ പെലായോ ആൻഡ് എലിസണ്ട തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. നമുക്കൊന്ന് ഫില്ല് ചെയ്ത് നോക്കാം. നോക്കിക്കോട്ടോ മക്കളെ, ഫില്ല് ചെയ്ത് നോക്കുകയാണ്. ദ സ്പൈഡർ വുമൻസ് ഷോ ഈസ് അല്ലെ, ഈസ് അട്രാക്ടിങ് ഹ്യൂജ് ക്രൗഡ്. എലിസണ്ട പറയാട്ടോ. അപ്പൊ നോക്കൂ, ഇവിടെ ഓക്സിലറി വെർബ് ഏതാ? ഈസ്. അപ്പൊ ഈസ് കിട്ടിയില്ലേ മക്കളെ? എന്ത് കിട്ടി? ഈസ് കിട്ടി. ഞാൻ പേന ഇച്ചിരി ഒന്ന് ചെറുതാക്കുന്നുണ്ട് കേട്ടോ, ഒന്നായിട്ട് ഇതിനുള്ളിൽ കൊള്ളണ്ടേ.
ക്ലിയർ. അപ്പൊ ഉത്തരം എന്ത് കിട്ടി പറ? ഈസ് കിട്ടി അല്ലേ. ദെൻ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. അപ്പൊ ഉത്തരം എന്താ വന്ന്? ഈസിന്റെ ഇറ്റ് എന്നാണ് നിങ്ങൾ ഉത്തരം. ഇത് ശരിയാണോ അല്ലേ നോക്കുന്നു കേട്ടോ. ഈസിന്റെ ഇറ്റ് എന്ന് പറയുന്നതാണ് അതിന്റെ ഉത്തരം കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് പലായോ, യെസ് ദ അഡ്മിഷൻ ഫീ ടു സീ ഹർ ഈസ് ലെസ് ദാൻ അവേഴ്സ് അല്ലേ. നമ്മളതിനേക്കാൾ കുറഞ്ഞ അഡ്മിഷൻ ഫീ ആണ് അവർ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ എലിസണ്ട് എന്തോ ചോദിച്ചിട്ടോ, പീപ്പിൾ ഫൈൻഡ് ഹർ മോർ ഇൻട്രസ്റ്റിംഗ് അല്ലേ. ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവളെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ ജനങ്ങൾ എന്തുകൊണ്ട് അല്ലേ അവിടേക്ക് പോകുന്നു എന്ന് പറയുന്ന ചോദ്യം. ബിക്കോസ് അല്ലേ ദേ ക്യാൻ ആസ്ക് ഹർ ക്വസ്റ്റ്യൻസ്, അവളായിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റുമെന്ന്. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിച്ച ഫോർമാറ്റ് എന്തായിരുന്നു മക്കളെ? കാസ്മോ, ക്വസ്റ്റ്യൻ വേർഡ്. വൈ, എന്തുകൊണ്ട്. ഈ ഫൈൻഡിനുള്ളിൽ ഡു കിട്ടിയില്ലേ. അപ്പൊ വൈ ഡു പീപ്പിൾ ഓക്കെ എവിടെടാ? ഓക്കെ, വൈ ഡു പീപ്പിൾ നോക്കിക്കോളൂ. പീപ്പിൾ, വൈ ഡു പീപ്പിൾ അല്ലേ ഫൈൻഡ് കണ്ടെത്തുന്നു. എന്ത്? ഹർ, ഫൈൻഡ് ഹർ മോർ ഇൻട്രസ്റ്റിംഗ് അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ ഉത്തരം കിട്ടി. ബിക്കോസ് നോക്കൂ, ദേ ക്യാൻ ആസ്ക് ഹർ ക്വസ്റ്റ്യൻസ്. കാര്യം അവളോട് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ചോദ്യം ചോദിക്കാൻ പറ്റും എന്ന്. ലെറ്റ്സ് ഫോക്കസ് മോർ ഓൺ ഓൾഡ് മാൻ അല്ലേ. അപ്പൊ എലിസന്റെ പറയാം നമ്മൾ ഓൾഡ് മാനിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. വി ഹാഡ് ബെറ്റർ, നമുക്ക് ഏറ്റവും നല്ലത്. നോക്കൂ നിങ്ങൾ, ഏറ്റവും നല്ലത്. ദ സ്ട്രെങ്ത് ഈസ് അൺബെയറബിൾ, അവിടുത്തെ മണം സഹിക്കാൻ പറ്റുന്നില്ല. പലയോ, വി വിൽ ക്ലീൻ ദ കൂപ്പ് സൂൺ, നമുക്ക് എന്ത് ചെയ്യാം, ആ കൂപ്പ് പെട്ടെന്ന് ക്ലീൻ ചെയ്യാമെന്ന്. അപ്പൊ പറയട്ടോ, വി ഹാഡ് ബെറ്റർ, നമുക്ക് ഏറ്റവും നല്ലത്. ക്ലീൻ ദ കൂപ്പ് സൂൺ, കണ്ട, ക്ലീൻ ദ കൂപ്പ് സൂൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കൂപ്പ് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ക്ലീൻ ആക്കാന്ന്. ക്ലിയർ അല്ലേ മക്കളെ? അടുത്തത് നോക്കൂ നിങ്ങൾ, ആ അടി നിർത്ത് മേൽക്ക് എഴുതിയാൽ മതി. ഇന്നലെ പറഞ്ഞിരുന്നു, ഇഫ് വി ഹാഡിന്റ് സ്പെൻഡ് ഓൾ ദ മണി വി ഏൺഡ് ഓൺ ദ ഹൗസ്. നോക്കൂ, ഇഫ് വി ഹാഡിന്റ് സ്പെൻഡ് ഓൾ ദ മണി വി ഏൺഡ്, നമ്മളെങ്ങാനും സ്പെൻഡ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ അല്ലേ, നമ്മൾ ഏൺ ചെയ്ത പൈസ ഓൺ ദ ഹൗസ്, വീട്ടിൽ ചെലവാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ. അപ്പൊ എലിസണ്ട പറയട്ടെ, ദാറ്റ് ഈസ് ട്രൂ, ദ റെനോവേഷൻ ഓഫ് കൂപ്പ് കുഡ് ഹാവ് ബീൻ ഡൺ. നമുക്ക് ആ റെനോവേഷൻ ഉണ്ടാവില്ല കൂപ്പിന്റെ, അത് നടത്താൻ അല്ലേ, അത് കഴിഞ്ഞു എന്ന്. അപ്പൊ അത് നടത്താമായിരുന്നു എന്ന് പറയുന്ന സാധനമല്ലേ. അപ്പൊ എങ്ങനെയാ പറയാം? ഇഫ് വി ഹാഡിന്റ് സ്പെൻഡ് ഓൾ ദ മണി വി ഏൺഡ് ഓൺ ദ ഹൗസ്, നോക്കൂ, വി കുഡ് ഹാവ് റെനോവേറ്റഡ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? റെനോവേറ്റഡ് ആക്കാൻ പറ്റുമായിരുന്നു. എന്ത്? ദ കൂപ്പ്. മനസ്സിലാകുന്നുണ്ടല്ലോ? ക്ലിയർ. അപ്പൊ പെലായ എന്തോ ചോദിച്ചിട്ടോ, അത് ശരിയാട്ടോ, നമുക്ക് ആക്കിയിരുന്നു കേട്ടോ, അത് ശരിയാണ്, നമുക്ക് കൂടെ എന്തായിരുന്നു? റെനോവേറ്റ് ചെയ്യായിരുന്നു. ആ പെലായ എന്തോ ചോദിച്ചു, നോ റിഗ്രറ്റ്സ് അറ്റ് ഓൾ ഫോർ കീപ്പിംഗ് ദ ഏഞ്ചൽ ഇൻ ദ കൺട്രി യാർഡ് അല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ എന്ന്. അപ്പൊ എന്താ ചോദിക്കുക? നോ റിഗ്രറ്റ് അറ്റ് ഓൾ അല്ലേ. Is there any regret for keeping the angel in the courtyard? At least we have this mansion now. നമുക്കിപ്പോൾ എന്തിൻ്റെ ഈ കൊട്ടാരെങ്കിലും ഇല്ലേ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല റിഗ്രറ്റ് ഉണ്ടോ എന്ന് അല്ലേ. അപ്പം നോക്കൂ, ഈസ് എനി റിഗ്രറ്റ്, നിങ്ങൾക്ക് വല്ല റിഗ്രറ്റ് ഉണ്ടോ അല്ലേ. ഈസ് ദർ എനി റിഗ്രറ്റ് അല്ലേ, റിഗ്രറ്റ് ഫോർ അല്ലേ, ഫോർ എന്തിനെ പറ, ഫോർ കീപ്പിംഗ് ദ ഏഞ്ചൽ ഇൻ ദ കൂപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ലേ, അതാണ് ചോദിച്ചു വെക്കട്ടെ. അപ്പോൾ ഉത്തരം ഒരു റിഗ്രറ്റും ഇല്ല എന്ന് പറയുന്ന ഉത്തരമാണ് എന്ത് ചെയ്യുന്നത്, പറയാൻ വേണ്ടി പോകുന്നത്. റിപ്പോർട്ട് സ്പീച്ച് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഉത്തരം കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ദ ഫോളോയിങ് പാസേജ് ചൂസിങ് ദ റൈറ്റ് വേർഡ് ഫ്രം ദി ബ്രാക്കറ്റ് അല്ലേ. അടിയിൽ നിന്നുള്ള റൈറ്റ് ആയിട്ടുള്ള പ്രിപ്പോഷൻ ആണ്. നമ്മൾ ഒരുപാട് ഇന്നലെ പഠിച്ചതായിരുന്നു, ഒട്ടും ടെൻഷൻ അടിക്കേണ്ട. നോക്ക്, ഗിവിങ് ബർത്ത് ടു എ ചൈൽഡ് ഹാപ്പിയസ്റ്റ് തിങ് അല്ലേ. ഒരു കുട്ടിക്ക് നമ്മൾ ജന്മം നൽകുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. ആർക്ക്? ഫോർ എവറി, ആർക്ക് പറ? ഫോർ എവറി അല്ലേ. ഉത്തരം ഏതാന്ന് പറ? ഫോർ എവറി മാരീഡ് കപ്പിൾ, ഏതൊരു കല്യാണം കഴിച്ച ആളുകൾക്കും. ഐ വാസ് ബോൺ, ഞാൻ ജനിച്ചത് എങ്ങനെയാണ് പറ? വിത്തൗട്ട് ഐസ്. ഇവിടെ എന്താ വന്ന് പറ? വിത്തൗട്ട് ഐസ്, ഞാൻ കണ്ണില്ലാണ്ടാണ് ജനിച്ചത് എന്ന്. ആൻഡ് സൊസൈറ്റി സോ മീ ആസ് അല്ലേ, എന്നെ സമൂഹം കണ്ടത് എങ്ങനെയാണ് പറ? ആസ് എ ബേർഡൻ, ഒരു ബേർഡൻ ആയിട്ടാണ് കണ്ടത്. ബട്ട് മൈ പാരൻസ് ഷവേർഡ്, പക്ഷേ എൻ്റെ പാരൻസ് എന്നോട് കാണിച്ചു. എന്താ കാണിച്ചത് പറ? മൈ പാരൻസ് ഷവേർഡ് ഓൺ മീ, എന്നോട് കാണിച്ചു ഇമ്മൻസ് ലവ് ആൻഡ് കെയർ, എന്നോട് ഭയങ്കര ലവും കെയറും അല്ലേ. They felt they were the richest couple. They were the richest couple in the world. അല്ലേ. I consider myself, ഞാൻ എന്നെ തന്നെ കാണുന്നത് എങ്ങനെയാണ് പറ? I consider myself, luckiestന്റെ മുന്നിൽ എന്താ ഉപയോഗിക്കുക? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെങ്കിൽ the luckiest person on the earth. കിട്ടി. എഴുതണം, പഠിക്കണം. നമ്മളിത് ചെയ്ത് പഠിക്കല്ലാണ്ട് ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞിരുന്നു. ഗ്രാമറിൽ എന്ത് പ്രഡിക്ഷന്, എന്നിട്ടും നമ്മൾ ഇന്നലെ പ്രഡിക്റ്റ് ചെയ്ത പോലെ ഈ സാധനം വന്നില്ലേ.
വന്നില്ലേ? ഇന്നലെ ഞാൻ 100% കൊണ്ട് പറഞ്ഞിരുന്നു ഇതാണ് പേര്, അത് പഠിച്ചോളൂ എന്ന് ഒരുപാട് തവണ പറഞ്ഞിരുന്നു. വന്നു, ശ്രദ്ധിക്കുക. ബബ്ലു വറീഡ് അല്ലെ ദാറ്റ് ഗൗരി മൈറ്റ് അല്ലേ, ഗൗരി മൈറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. ബബ്ലു ആകെ ടെൻഷൻ ആയിരുന്നില്ലേ? ഇനി നോക്കിക്കോളൂ. ടേക്കൺ ബാക്ക്, ഷോക്ക് എന്ന് പറയുന്ന സാധനമുണ്ട്. കം ഡൗൺ, അടിയിക്ക് വരിക അല്ലേ. പുട്ടപ്പ് വിത്ത്, ടോളറേറ്റ്, ഗിവ് അപ്പ്, ഉപേക്ഷിക്കുക, ഗോ ഓൺ, കണ്ടിന്യൂ, സെറ്റപ്പ്, സ്റ്റാർട്ട് എ ജേണി എന്ന് പറയുന്ന ആട്ടം. ഇനി പോവാം നമുക്ക്. ബബ്ലു വാസ് വറീഡ്, ബബ്ലു ആകെ ടെൻഷനായി. ഗൗരി മൈറ്റ് അല്ലേ വിത്ത് ഇൻഫെക്ഷൻ അല്ലേ, ഗൗരിക്ക് എന്തുണ്ടാവും പറ അല്ലേ, എന്തുണ്ടാവും പറ, പിടിക്കും അല്ലേ, എന്തുണ്ടാവും പറ, പിന്നെ ഗൗരിക്ക് ഒരു പക്ഷേ ഇൻഫെക്ഷൻ ഉണ്ടാവും. എങ്ങനെ? ഇഫ് ഷീ ഡേഷ് യൂസിങ്, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഗോ ഓൺ ഉപയോഗിച്ചിട്ടോ. ഇഫ് ഷീ ഗോ ഓൺ, കണ്ടിന്യൂ, അവൾ തുടരുകയാണെങ്കിൽ അല്ലേ, ഇവിടെ ഗോ ഓൺ കിട്ടി. ക്ലിയർ? നോക്കിക്കോ, ഇവിടുത്തെ നമുക്ക് കിട്ടിയില്ല സങ്കല്പിക്കട്ടോ. ബബ്ലു വാസ് വറീഡ്, ബബ്ലുവിന് ആകെ ടെൻഷനാണ്. ദാറ്റ് ഗൗരി മൈറ്റ്, ഒരു പക്ഷേ എന്തുണ്ടാവും പറ, മൈറ്റ് എന്ന് പറയുന്നതിന് ഒരു ഓക്സിലറി വെർബാണ്. ശേഷം വെർബ് ഉപയോഗിക്കേണ്ടത്, ആ വെർബ് V1 ആവണം എന്നുള്ളതൊക്കെ നമുക്കറിയാൻ പറ്റും കേട്ടോ. മൈറ്റ് കം ഡൗൺ അല്ലേ, ഒരു പക്ഷേ വന്നേക്കാം, കം ഡൗൺ അല്ലേ. വിത്ത് ഇൻഫെക്ഷൻ, ഒരു പക്ഷേ ഇൻഫെക്ഷൻ ആയിട്ട് അവൾ വന്നേക്കാം അല്ലേ, കം ഡൗൺ. നോക്കിക്കോളൂ, കം ഡൗൺ ഉത്തരം. വിത്ത് ഇൻഫെക്ഷൻ. ഇഫ് ഷീ ഗോ ഓൺ യൂസിങ് ഡേർട്ടി റാഗ്സ്, when she went to the nearby store to get a pack of napkins for her, he was, അവൻ എന്ത് ചെയ്തു പറ, taken aback. ഇന്നലെ പറഞ്ഞതായിരുന്നു taken aback. അവൻ ആകെ ഷോക്കായി പോയി by the exorbitant price on the packet. ബബ്ലു decided, തീരുമാനിച്ചു, എന്തിനു പറ, to set up a new project, ഒരു പുതിയ പ്രൊജക്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഫ്രണ്ട്സ് അഡ്വൈസ്ഡ്, ഓനോട് ഫ്രണ്ട്സ് ഒക്കെ എന്ത് ചെയ്തു പറ, ഉപദേശിച്ചു. എന്തിനു പറ, ടു ഗീവ് അപ്പ്. അർത്ഥം എന്താ മക്കളെ പറ, ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട്, ടു ഗിവ് അപ്പ്. ക്ലിയർ അല്ലേ മക്കളെ? ഗിവ് അപ്പ് നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി നോക്കിക്കോളൂ കേട്ടോ, ലൈക്ക് ശ്രദ്ധിക്കണേ. എഡ്യൂക്കേഷൻ എഡിറ്റിംഗ് ആട്ടോ. എഡ്യൂക്കേഷൻ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് എന്ത് വെക്കണം പറ, എംപവേഴ്സ് എന്ന് വെക്കണം. എന്ത് വെക്കണം? എഡ്യൂക്കേഷൻ എംപവേഴ്സ്. വി ഡോണ്ട് നീഡഡ് അല്ല, വി ഡോണ്ട് നീഡ് ആണ് ഉത്തരം. ഡു കഴിഞ്ഞാൽ പിന്നെ V1 അല്ല ഉപയോഗിക്കുക എന്നല്ല പറഞ്ഞിട്ടുണ്ട്. വി ഡോണ്ട് നീഡ് ടു ബെഗ് ഫോർ എ ജോബ് ആഫ്റ്റർ എഡ്യൂക്കേഷൻ. ട്രൈ ടു ഫൈൻഡ് സൊല്യൂഷൻ ടു സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് ക്രിയേറ്റ് ജോബ്സ് ഫോർ യുവർ സെൽഫ്സ് ആട്ടോ. സെൽഫ് അല്ല, യുവർ സെൽഫ്സ്. ഇവിടെ തന്നെ എഴുതുന്നുണ്ട് കേട്ടോ, യുവർ സെൽസ് എന്നാ വരിക കേട്ടോ. ക്ലിയർ? ഇത് നമ്മുടെ എഴുതുന്നുണ്ട്. കൺവേർട്ട് ഹോൾ പ്രോബ്ലംസ് അല്ല, അല്ലേ, ഹോൾ, HOLE, ഹോൾ പ്രോബ്ലംസ് ഇൻ ടു ആൻ ഓപ്പർച്യൂണിറ്റി അല്ലേ. മുഴുവൻ പ്രോബ്ലംസ് എന്ത് ചെയ്യണം പറ, നമ്മൾ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റണം അല്ലേ. come out with a solution and invention and innovation and an enterprise. become ആയി മാറുന്നു. solution providers and social entrepreneurന്റെ സ്പെല്ലിംഗ് ഞാൻ നല്ല പഠിപ്പിച്ചിരുന്നു. എന്തെന്നറിയോ? ENTRE, ENTRE. പിന്നെ പ്രീ, നീ, യുവർ, ഇങ്ങനെയൊക്കെ ഞാൻ പഠിപ്പിച്ചത് ഞാൻ ബോർഡിൽ ഞങ്ങൾക്ക് വിത്ത് എവിഡൻസ് ആയിട്ട് വരാം. ഞാൻ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിരുന്നു, ക്ലാസ് ശ്രദ്ധിക്കാഞ്ഞിട്ടാണ്. കണ്ട, എൻട്രേ എന്നാണ്. നോക്കൂ, എൻറ്റർ എന്നല്ല, എൻട്രേ എന്നാണ് സ്പെല്ലിംഗ് വരിക കേട്ടോ. ശ്രദ്ധിക്കുക, തെറ്റരുത്. ഇനി നോക്കിക്കോളൂ, വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫേർഡ് ബൈ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് പറയുന്നത് ഈ അഡ്വർടൈസ്മെന്റിന്റെ ഈ സംഗതി വായിച്ചുകൊണ്ട് ഉത്തരം എഴുതാനാണ് അല്ലേ. സ്റ്റഡി ദ അഡ്വർടൈസ്മെന്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഈ അഡ്വർടൈസ്മെന്റ് വായിച്ചുകൊണ്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് എന്താണ് ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അഡ്വർടൈസ്മെന്റ്, ജോബ് വാക്കൻസി, ഗ്രീൻ ടെക് സൊല്യൂഷൻ പ്രൈവറ്റ് കാഠ്മണ്ഡു, നേപ്പാൾ. ഗ്രീൻ ടെക് സൊല്യൂഷൻ ലീഡിംഗ് എൻവയോൺമെന്റൽ ടെക്നോളജി ഫേം ഈസ് സീക്കിംഗ് ക്വാളിഫൈഡ് ആൻഡ് ഡൈനാമിക് കാൻഡിഡേറ്റ്സ് ഫോർ ദി പൊസിഷൻ ഓഫ് ദി പ്രൊജക്ട് coordinator. Qualification and requirements: bachelor's degree in environmental science and or related field. Minimum 2 years of experience in project coordination. Strong communication and leadership skill വേണം. Salary negotiable ആണ്, based on experience ആണ്. Equal opportunity employer വേണം. Green Tech Solution values diversity in the workplace and provides equal employment opportunity to all candidates regardless of gender, caste or ethnicity. Application process: interested candidates are requested to send a handwritten application along with a recent passport size photograph, updated CV and copies of the academic certificates to the HR manager, Green Tech Solution. Post box number Kathmandu.
കാഠ്മണ്ഡു. ആപ്ലിക്കേഷൻ deadline September 20, 2025. Only shortlisted candidate will be conducted for the further assessment via email or phone എന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫേർഡ് ബൈ ദി ഗ്രീൻ ടെക് സൊല്യൂഷൻ? എന്ത് പൊസിഷൻ ആണ് എന്താണ് ഗ്രീൻ ടെക് സൊല്യൂഷൻ ഓഫർ ചെയ്യുന്ന പൊസിഷൻ എന്താണ് അല്ലേ? സീക്കിംഗ് എ ക്വാളിഫൈഡ് ഡൈനാമിക് കാൻഡിഡേറ്റ്സ് ഫോർ ദി പൊസിഷൻ ഓഫ് പ്രൊജക്ട് കോർഡിനേറ്റർ ആണ് ഉത്തരം. ഇതിൻ്റെ ഉത്തരം ഏതാണ് പറ? പ്രൊജക്ട് കോർഡിനേറ്റർ ആണ് കേട്ടോ. പ്രൊജക്ട് കോർഡിനേറ്റർ അത് തന്നെയാണ് നിങ്ങൾ ഉത്തരം എഴുതിയിട്ടുണ്ടാവില്ലേ? ശരിയായിരിക്കും അല്ലേ? അതൊക്കെ എല്ലാവരും തെറ്റൊന്നുമില്ല, ആരും തെറ്റൊന്നുമില്ല. ക്ലിയർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിക്വയർഡ് ഫോർ ജോബ്? ഈ ജോലിക്ക് വേണ്ടാത്ത സാധനം ഏതാണ് എന്ന് ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഡ്രൈവിംഗ് സ്കില്ലിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല അല്ലേ? പ്രൊജക്ട് കോർഡിനേറ്റർക്ക് ഇതിൽ ഡ്രൈവിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് കേട്ടോ. അക്കാഡമിക് സർട്ടിഫിക്കറ്റിനെ കുറിച്ചേ പറഞ്ഞുള്ളൂ, ഡ്രൈവിംഗ് ലൈസൻസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്തായാലും ആർക്ക് വേണം? ഈ പ്രൊജക്ട് കോർഡിനേറ്റർക്ക് വേണം, നമുക്ക് എല്ലാവർക്കും അറിയാം. വാട്ട് ഈസ് ദ പോളിസി ഓഫ് ഗ്രീൻ ടെക് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് വിത്ത് റിഗാർഡ്സ് ടു എംപ്ലോയ്മെന്റ്? അവരുടെ പോളിസി എന്താണെന്ന്, വാട്ട് ഈസ് ദ പോളിസി? അപ്പോൾ അവരുടെ പോളിസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് അവരുടെ പോളിസി? ആപ്ലിക്കേഷൻ പ്രോസസ്സ്, ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് റിക്വസ്റ്റഡ് അല്ലേ? നോക്കൂ, അവരുടെ പോളിസീസ് എന്താണെന്നല്ലേ ചോദിക്കുന്നത്. ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം, പിന്നെ സോഷ്യൽ സയൻസിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം, സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ് സ്കില്ല് വേണം, ഈക്വൽ The tech solution values diversity in the workplace and they provide equal employment opportunity to all the candidates in electronic application for interested candidate, interested written along academic certificate to the അല്ലേ? യെസ്, ആപ്ലിക്കേഷൻ അവരുടെ പോളിസി ഇതാണ്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഒരു ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് എന്ത് ചെയ്യേണ്ടത്? അവർ കൊടുക്കേണ്ടത്. ഒരു ഹാൻഡ് റിട്ടൺ ആപ്ലിക്കേഷനാണ് അവർ കൊടുക്കേണ്ടത്. റിക്വസ്റ്റ് ടു സെൻഡ് ഹാൻഡ് റിട്ടൺ ആപ്ലിക്കേഷൻ എന്നുള്ളത് അവരുടെ ഒരു പ്രത്യേക പോളിസിയാണ് കേട്ടോ. ശ്രദ്ധിക്കുക, എല്ലാവരും ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല, ഇവർക്ക് അങ്ങനെ ഒരു പോളിസി ഉണ്ട് കേട്ടോ. അടുത്ത്, വേർ ഷുഡ് ദ ആപ്ലിക്കേഷൻ ബി സെൻഡ് ടു? നമ്മൾ എവിടേക്കാണ് അയക്കേണ്ടതെന്ന്. അപ്പോൾ അവിടെ ഉത്തരമുണ്ട്. എവിടെയാണ് പറ? ബോക്സ് 445 കാഠ്മണ്ഡു. പോസ്റ്റ് ബോക്സ് 445 കാഠ്മണ്ഡു എന്ന് പറയുന്ന സാധനം കേട്ടോ. മാനേജിംഗ് ഡയറക്ടർക്കൊന്നും അല്ല കേട്ടോ, ടു ദ സിഇഒക്കൊന്നും അല്ല. ക്ലിയർ? അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. യെസ്, അക്കാഡമിക് ടു ദ HR മാനേജർ അല്ലേ? HR മാനേജർ അതിൽ ഓപ്ഷനിൽ തന്നിട്ടില്ലല്ലോ. ക്ലിയർ? അടുത്തത് മാനേജിംഗ് ഡയറക്ടർക്കൊന്നും അല്ല. ക്ലിയർ? ഹൂ വിൽ ബി കണ്ടക്റ്റഡ് ബൈ ദ കമ്പനി ഫോർ ദ അസസ്മെന്റ്? ഹൂ വിൽ ബി കണ്ടക്റ്റഡ് ബൈ ദ കമ്പനി അല്ലേ? സോറി, ഹൂ വിൽ ബി കോണ്ടാക്റ്റഡ് ആട്ടോ. കണ്ടക്റ്റഡ് അല്ല, കോണ്ടാക്റ്റഡ്. ആരെയാണ് കോണ്ടാക്ട്? ബൈ ദ കമ്പനീൻ്റെ ഭാഗത്ത് നിന്ന് ഫോർ ഫർദർ അസസ്മെന്റ്. ഓൺലി ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സിന് അല്ലേ? all the candidates who are relatives of board members, the candidates who are listed as the most suitable. Who will be contacted? ആരെയാണ് വിളിക്കപ്പെടാൻ? ബൈ ദ കമ്പനി ഫോർ ദ അല്ലേ? ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ആരോടെ സംസാരിക്കുക? താല്പര്യമുള്ള ആൾക്കാരോട് ഒന്നുമല്ല കേട്ടോ, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള. ടു ദ കാൻഡിഡേറ്റ്സ് ഹു ആർ ലിസ്റ്റഡ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ. ഇവർ ലിസ്റ്റ് ചെയ്യും ഇത് ഇവർക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളാരാണെന്ന്. അവർക്ക് മാത്രമേ ഇവർ എന്ത് ചെയ്യുള്ളൂ? കോൺടാക്ട് ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഉത്തരം. ശ്രദ്ധിക്കണേ, തെറ്റരുത് കേട്ടോ. പിന്നെ അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണ്. നമുക്ക് പാരഗ്രാഫ് വായിച്ചു നോക്കിയാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? 4 ചോദ്യം ഉണ്ടാക്കാൻ പറ്റും. വെൻ ഐ പ്ലേസ്ഡ് മൈ ഫിംഗേഴ്സ് ഓൺ ദ കീബോർഡ് അല്ലേ? ദേ ഷുക്ക്, അതെന്ത് ചെയ്തു? വിറച്ചു. ഐ ഹാഡ് ഇൻ പ്രാക്ടീസ്ഡ് ഫോർ 2.5 years. ഞാൻ 2 വർഷത്തോളമായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നില്ല. മൈ ഫിംഗേഴ്സ് വേർ സ്റ്റിഫ് ആൻഡ് കവേർഡ് അല്ലേ? ഹൂ സ്പോക്ക് ദിസ് വേർഡ്? ഒന്നാമത്തെ ചോദ്യം, ഇത് ആരുടെ വാക്കാണ് ചോദിക്കാൻ പറ്റും. ഹൂ സ്പോക്ക് അല്ലെ? അല്ലെങ്കിൽ ഹൂ ഡിഡ് സ്പീക്ക്? ആരാണ് സംസാരിച്ചത്? അല്ലെങ്കിൽ ഹൂസ് വേർഡ്സ് ആർ ദിസ്? ഇത് ആരുടെ വാക്കുകളാണ് എന്നൊക്കെ ചോദിക്കാൻ പറ്റും കേട്ടോ. ഹൂ ഡിഡ് സ്പീക്ക് എന്നുള്ള ഞാൻ അതിന് പകരം ഹൂസ് വേർഡ്സ് ആർ ദിസ് എന്ന് ചോദിക്കാൻ പറ്റും. കുറച്ചുകൂടി ഭംഗി ഉണ്ടാവുമല്ലോ. Whose words are this? Whose words are this? ഇതാരുടെ വാക്കുകളാണ് എന്ന്. To whom did he say? അവൻ ആരോടാണ് ഇത് പറഞ്ഞത് അല്ലേ? ഒന്ന് ചോദിക്കാൻ പറ്റും. ആരോടാ പറഞ്ഞത്? ആരോടാണ്? ജർമ്മൻ ഓഫീസറിനോടാ പറഞ്ഞത് എന്ന്. പിന്നെ why? നോക്കൂ, I placed my fingers on the കീബോർഡ്. ദേ ഷുക്ക് അല്ലേ? ദേ ഷുക്ക്. വൈ ഡിഡ് ഹിസ് ഫിംഗേഴ്സ് ഷെയ്ക്ക് അല്ലേ? എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിരകൾ ഷെയ്ക്കായി? കാരണം എന്താണ്? ഹി ഹാഡ് ഇൻ പ്രാക്ടീസ് ഫോർ 2.5 years എന്നൊക്കെ പറയുന്ന ഉത്തരം. മേളിൽ തന്നെ നമ്മൾ 3-4 ചോദ്യം ഉണ്ടാക്കാൻ പറ്റുമല്ലോ അല്ലേ? ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഈസി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വെൻ ഐ ഫിനിഷ്ഡ് സൈലൻസ് സീംഡ് ഗ്ലൂമി ആൻഡ് റിലീവ് ഹാർഡ് ആൻഡ് ഡൗൺ ബിലോ ഔട്ട്സൈഡ് ഹാർഷ് ലൗഡ് ജർമ്മൻ നോയ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് മേളിൽ തന്നെ 3-4 ചോദ്യം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഈസി ക്വസ്റ്റ്യൻ ആണ് അതൊക്കെ. ഏതായാലും ഇവന്റ് ഇൻവിറ്റേഷനെ കുറിച്ച് നമ്മൾ
പറഞ്ഞിരുന്നു ഇവന്റ് ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത്. ദ സയൻസ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഓർഗനൈസിംഗ് എ മോട്ടിവേഷണൽ ടോക്ക് ബൈ ശ്രീകാന്ത് ബൊള്ള അല്ലെ, പാർട്ട് ഓഫ് ദി യങ് ഇന്നോവേറ്റർ പ്രോഗ്രാം പ്രിപ്പയർ ആൻ ഇവന്റ് ഇൻവിറ്റേഷൻ ടു ബി സെൻഡ് നിയർ ബൈ സ്കൂൾസ് ഇൻക്ലൂഡ് നെസസറി ഡീറ്റെയിൽസ് സച്ച് ആസ് ദി പർപ്പസ് ഓഫ് ദി ഇവന്റ്, ഡേറ്റ്, ടൈം അല്ലേ. അപ്പം നമ്മൾ ഇതന്നെയാണ് എന്ത് ചെയ്തിരുന്നത്, ഇന്നലത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഈസി ആയിട്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. 4 മാർക്ക് നിങ്ങൾ മേടിച്ചിട്ടുണ്ടാവും അല്ലേ. ദെൻ യു ഹാവ് ഗെയിൻഡ്, ഇതൊരു കുട്ടീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ, അപ്പോൾ അത് കിട്ടിയ സമയത്ത് നമ്മൾ പറയാട്ടോ. യു ഹാവ് ഗെയിൻഡ് ഇൻസൈറ്റ്സ് ടു ശ്രീകാന്ത് ബോള ലൈഫ് അച്ചീവ്മെന്റ് ഫ്രം സ്പീച്ച് യൂസിങ് ഡീറ്റെയിൽസ് ഗിവൻ വിൽ പ്രിപ്പയർ ബയോഗ്രഫിക്കൽ സ്കെച്ച്. ഇത് ഞാൻ ഇന്നലെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. പ്രെഡിക്റ്റഡ് ആണ് കേട്ടോ, അതൊക്കെ പ്രെഡിക്റ്റഡ് ആണ്. ഏതാണ് വരിക എന്നുള്ളത്, ഈ ബയോഗ്രഫിക്കൽ സ്കെച്ച് വരുന്നത് ശ്രീകാന്ത് ബോളൻ്റെതാണ് എന്നുള്ളത് നമ്മൾ ഇന്നലെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഇവൻ്റെ ഇൻവിറ്റേഷൻ നമുക്ക് വേറൊരു ചോദ്യം കൂടെ പറഞ്ഞിരുന്നു. ആരാണ്? ശ്രീകാന്ത് ബോളൻ്റെ പാർട്ട് ഓഫ് ഇൻക്ലൂഡ് ദ നെസസറി ഡീറ്റെയിൽസ് സച്ച് ആസ് ദി അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ 19 കഴിഞ്ഞു. ഇനി 18ലേക്ക് കയറാം. 18ൽ 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. അഡ്വർടൈസ്മെന്റ് ജിംഗിൾസ് എന്ന് പറയുന്ന സാധനം. ദ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ലോഞ്ചിങ് എ ബയോഡിഗ്രേഡബിൾ പെൻസ് ദാറ്റ് കണ്ടെയ്ൻസ് നീഡ് ടു പ്രിപ്പയർ 2 റിതമിക് സെന്റൻസ്. 2 റിതമിക് ആയിട്ടുള്ള സെന്റൻസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ വേണമെങ്കിലും പറയാൻ പറ്റും എന്ത്, യൂസ് ഗ്രീന് അല്ലേ, യൂസ് ഗ്രീന്. നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല ഗ്രീൻ ആയിട്ടുള്ള സാധനം നിങ്ങൾ ഉപയോഗിക്കുക. എന്നിട്ടോ ലീവ് ഗ്രീന് അല്ലെങ്കിൽ ലീവ് ക്ലീന് അല്ലേ. നമ്മളെ നാട് എന്ത് ചെയ്യാൻ പറ്റും, ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കീപ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റും. ഒന്ന് എന്ത് രസമായിട്ട് എഴുതി വെക്കാൻ പറ്റും. നിങ്ങൾക്ക് 4 മാർക്കല്ലേ ഉള്ളത്. അപ്പോൾ ഒന്നും കൂടെ എഴുതാം. എങ്ങനെ എഴുതാം? ഒരു സാധനം കൂടെ പറഞ്ഞാൽ നിങ്ങളെ വക ഒരു സാധനം ഉണ്ടാവില്ല. നിങ്ങൾ എന്താ എഴുതിയത് എന്നുള്ളത് അടിയിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇത് എപ്പോഴും ഞാൻ പഠിപ്പിച്ചു തന്നിരുന്നു. ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ എന്താ എഴുതി വെച്ചു എന്നുള്ള അടിയിലൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നെക്സ്റ്റ് ന്യൂസ് റിപ്പോർട്ട്. ഞാൻ ഇന്നലെ പ്രഡിക്ഷനിൽ ഒരു തവണ പറഞ്ഞിരുന്നു ഈ റീസെൻ്റ് ആയിട്ട് നടന്നൊരു ഇഷ്യൂ ആണെന്നുള്ളത്. അതാ മറ്റേ നിങ്ങൾക്ക് അറിയാലോ ഏതാണ്, എക്സ്പ്ലോഷൻ ഇൻ എ കണ്ടെയ്നർ റിസൾട്ട്സ് എ ഫയർ ഓൺ ദി വേ ഫ്രം മുംബൈ ടു കൊളംബോക്ക് വരുന്ന ആ കപ്പലിലായിരുന്നോ പിന്നെ ഒരു എക്സ്പ്ലോഷനൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞില്ലായിരുന്നോ. അപ്പോൾ അതിന് ബേസ് ചെയ്തുകൊണ്ട് ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്താണെന്നുള്ളത് ഞാനും MS എല്ലാവരും പല തവണ പ്രഡിക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ 18ാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറയാത്തൊരു സംഗതി വന്നു. അത് ഞാൻ വീണ്ടും പറയുന്നു, സ്പീച്ച് എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ഇനിയുള്ള എക്സാമിന് നമുക്ക് പിടിക്കാൻ പറ്റും. കാരണം സ്പീച്ച് എന്ത് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഉത്തരം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല, അഡ്മിറ്റ് മൈ മിസ്റ്റേക്ക് കേട്ടോ. ഒരു സോഷ്യൽ എൻട്രപ്രനർ ആണ് പിന്നെ ഡെലിവേഴ്സ് എ സ്പീച്ച് അറ്റ് സ്കൂൾ ഫോർ ദ ഡിഫറെൻ്റ്ലി ഏബിൾഡ് അല്ലേ ആളുകൾക്ക്. അതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷേ സ്പീച്ച് അവിടെ നമ്മൾ എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല എന്നുള്ളതാണ്. സ്പീച്ച് എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് സ്പീച്ച് എഴുതാൻ അറിയില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ലൈവിലൊക്കെ എന്ത് ചെയ്യുക, പിടിക്കാൻ പറ്റുള്ളൂ. സ്പീച്ചൊക്കെ നമുക്ക് പഠിപ്പിക്കുക കേട്ടോ, ഈസി ആയിട്ട് പഠിപ്പിക്കുക. യെസ്, മോർ ദാൻ ലക്ക്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. എ വെരി ഓൾഡ് മാൻ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ പറഞ്ഞ പ്രെഡിക്റ്റഡ് ആണ്. ക്യാരക്ടർ സ്കെച്ച് പ്രെഡിക്റ്റഡ് ആട്ടോ. ഞാൻ ഇവിടെ എഴുതി വെക്കേണ്ടത് പ്രെഡിക്റ്റഡ് ആണെന്ന് എഴുതി വെക്കേണ്ടത്. ഞാൻ ഓൾഡ് മാനാണ് പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു ഇമെയിൽ അരുണാചലം അല്ലേ, ഇതും ഞാൻ എന്ത് ചെയ്യുന്നു, പ്രെഡിക്റ്റഡ് ആണ്. ഇതും ഞാൻ ഇന്നലെ പ്രെഡിക്റ്റഡ് ആണ് കേട്ടോ. അദ്ദേഹത്തെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇത് എഴുതാൻ വേണ്ടിയിട്ട്. ദെൻ 15ാമത്തെ ചോദ്യത്തിൽ A ഉണ്ട് B ഉണ്ട്. 15ാമത്തെ ചോദ്യം റിവ്യൂ എഴുതാനാണ്. പക്ഷെ നമ്മൾ ഇന്നലെ പറഞ്ഞത് റിവ്യൂ പറഞ്ഞത് ഇൻ ദ ആറ്റിക് എന്ന് പറയുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞത് ഇൻ ദ ആറ്റിക്. പക്ഷേ വന്നത് ഏതാണ്, നമ്മൾ ഗബ്രിയൽ ഗറാസിയോ മാർക്കസിൻ്റെ നമ്മളെ എ വെരി ഓൾഡ് മാൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് റിവ്യൂ വന്നത്. പക്ഷേ നമ്മൾ ഇവിടെ പിടിച്ചു ഏതെന്ന് റൈറ്റപ്പ് പിടിച്ചിരുന്നു. റൈറ്റപ്പ് ഏതായിരുന്നു, ഇൻ ദ ആറ്റിക് എന്നാണ് നമുക്ക് റൈറ്റപ്പ് വന്നത്. റിവ്യൂ പഠിച്ച് സാറേ ഞങ്ങൾ റിവ്യൂവിന് പഠിച്ചു പോയി, അത് നേരെ റൈറ്റപ്പിലേക്ക് മാറ്റിയാൽ മതിയായിരുന്നു. റിവ്യൂ റൈറ്റപ്പ് ഒക്കെ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് എന്ത് ചേഞ്ചാണുള്ളത്. അതുകൊണ്ട് 7 മാർക്ക് നിങ്ങൾ സാറേ ഞാനത് പഠിച്ചു പോയി വന്നില്ലല്ലോ, അത് റൈറ്റപ്പിൽ എഴുതി കൊടുക്കണം, അത്രേ ഉള്ളൂ എന്ന്. ആ റിവ്യൂ എടുത്തുകൊണ്ട് റൈറ്റപ്പിൽ എഴുതി കൊടുത്ത പരിപാടി കഴിഞ്ഞ് നമുക്ക് എന്തൊന്നാലും ഒന്നല്ല എഴുതാനുള്ളത്, എഴുതി വെക്കുക, നോ ടെൻഷൻ. അപ്പോൾ അതും ഞാൻ പറയുന്നത് പോലെ പ്രെഡിക്റ്റഡ് തന്നെയാണ് വന്നത് കേട്ടോ. പ്രെഡിക്റ്റഡ് ആണ് വന്നത്. നോ ടെൻഷൻ. ഇവിടെ MS പറയാത്തൊരു കുന്തും വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റൂ കേട്ടോ. ക്ലിയർ? ബൈ ദ വേ 13, 14 എന്ന് പറയുന്ന ചോദ്യങ്ങൾ ഉണ്ടാവില്ലേടാ, അത് പാരഗ്രാഫിൻ്റെ ബേസ് ചെയ്ത് ഇതൊരു പാരഗ്രാഫ് വായിക്കുക. ആ പാരഗ്രാഫിന് ബേസ് ചെയ്തുകൊണ്ട് ആൻസർ ചെയ്തലാണ്. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതിന് ബേസ് ചെയ്തുകൊണ്ട് ഒരു പാരഗ്രാഫ് എഴുതുക എന്ന് പറയുന്നതാണ്. എല്ലാവരും എഴുതിയിട്ടൊന്നും ഉണ്ടാവില്ല. കാര്യം ഈ 10ാമത്തിൽ എന്താ പ്രത്യേകത എന്ന് പറയുമോ, നിങ്ങൾക്ക് A ഉണ്ട് B ഉണ്ട്. A എന്താ വന്നത്, 10ാമത്തിലുള്ള അപ്രീസിയേഷൻ എഴുതാനാണ്. ആ അപ്രീസിയേഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇതും നമ്മളെന്താണ്, പ്രെഡിക്റ്റഡ് ആണ്. ഞാൻ വീണ്ടും പറയുന്നുണ്ട്, ഇതൊക്കെ നമ്മളെന്താണ്, പ്രെഡിക്റ്റഡ് ആണ് കേട്ടോ. അപ്പോൾ പിന്നെ ഈ പാരഗ്രാഫ് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ക്ലിയർ? ഇനി 9ാമത്തെ ചോദ്യം എന്താണ്,
നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പോയം ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്നുള്ളത് അല്ലേ, അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഹൗ ഡസ് ആന്റണി ഡിസ്ക്രൈബ്സ് ഇന്നലെ പറഞ്ഞ സെയിം സാധനം, ഇന്നലെ പറഞ്ഞത് തന്നെ കേട്ടോ, ഇന്നലെ പറഞ്ഞത് തന്നെയാണ് കേട്ടോ, പറഞ്ഞത് തന്നെ ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ട്. ഇന്നലെ പറഞ്ഞത് തന്നെ വന്നത് സീസർ ഫീൽ ദ അല്ലേ, ഇതൊക്കെ ഇന്നലെ കറക്റ്റ് ത്രൂ ട്രേഡ് ഫോറിൻ നാഷൻസ് ഉണ്ട്, ബൈ സെല്ലിങ് ഇന്ത്യൻ ഇൻ റോം ഉണ്ട്, വിത്ത് റാൻസം ഓഫ് ക്യാപ്റ്റീവ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ഉത്തരം വരുന്നത് കേട്ടോ. അടുത്തത് വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ആന്റണി സ്പീച്ച് ബ്രൂട്ടസ് സേസ് ഹീസ് അംബിഷ്യസ് ബ്രൂട്ടസ് ഈസ് ഓണറബിൾ മാൻ എന്ന് പറയുന്നില്ലേ, അതിൻ്റെ എഫക്റ്റ് എന്താ ഉണ്ടായത്? ഇറ്റ് ഡെമോൺസ്ട്രേറ്റ് ആന്റണീസ് ഹോൾ ഹാർട്ടഡ് എഗ്രിമെൻറ്റ് വിത്ത് ബ്രൂട്ടസ് അല്ല, ഇറ്റ് ഡിസ്ട്രാക്ട് ദ ക്രൗഡ് ഫ്രം ദി ബ്രൂട്ടാലിറ്റി ഓഫ് ബ്രൂട്ടസ് അല്ലേ. പിന്നെ ഇറ്റ് സെർവ്സ് ആസ് എൻ അയണിക് റെപ്പിറ്റേഷൻ കാസ്റ്റിംഗ് ഡൗട്ട് ഓൺ ദി ക്ലെയിം ഓഫ് ബ്രൂട്ടസ് അല്ലേ. ഇറ്റ് പ്രൂവ്സ് ദ ഹോണസ്റ്റി ഓഫ് ബ്രൂട്ടസ് ബൈ റീഅഫേമിങ് ഇറ്റ് അല്ലേ. ഹോണസ്റ്റി തെറ്റാണ്. പിന്നെ വാട്ട് ഈസ് എഫക്റ്റ് ഓഫ് ആന്റണീൻ്റെ ഈ റിപ്പീറ്റേഷനിൽ ഉണ്ടായത് എഫക്റ്റ് എന്താണെന്ന്? ഇറ്റ് സെർവ്സ് ആസ് എൻ അയറണിക് അല്ലേ, ഐറണിക് റിപ്പീറ്റേഷൻ ആണ്. ബി അല്ല, ഐറണിക് റിപ്പീറ്റേഷൻ ആണ്. കാസ്റ്റിംഗ് ഡൗട്ട് ഓൺ ദി ക്ലെയിം ഓഫ് ബ്രൂട്ടസ് ആണ് കേട്ടോ ഉത്തരം വന്നത്. പോയറ്റിക് ഡിവൈസ് ഏതാണ്? ഡിഡ് ദിസ് ഇൻ സീസർ സീം അല്ലേ, അൺഅംബീഷ്യസ് എന്ന് പറയുന്നത് ഡിഡ് ദിസ് ഇൻ സീസർ സീം. അപ്പോൾ സീസ് റിപ്പീറ്റ് ചെയ്ത് ഇവിടെ സൗണ്ടാണ് നോക്കേണ്ടത്, അലിട്രേഷൻ ആണ് കേട്ടോ, അലിട്രേഷൻ ആണ്. ഈ അലിട്രേഷൻ എഴുതി വെക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓല് മൂഞ്ചി ശ്രദ്ധിക്കണേ. അലിട്രേഷൻ തന്നെയാണ്, സീസർ തന്നെയാണ് വായിക്കുക കേട്ടോ, അലിട്രേഷൻ ആണ് കേട്ടോ, ശ്രദ്ധിക്കുക. അലിറ്ററേഷൻ ക്ലിയർ, ചെറിയക്ഷരാണ് കേട്ടോ, ക്ലിയർ. അപ്പോൾ ഓക്കെ. പിന്നെ ബബ്ലുവിൻ്റെ നാച്ചർ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. ഹൗ ഡിഡ് ബബ്ലു ഹാവിങ് സീൻ, ഇത് നമ്മൾ കഴിഞ്ഞ ഇതിൽ കറക്റ്റ് നമ്മൾ പറഞ്ഞ അതേ പാരഗ്രാഫ് തന്നെയല്ലേ, ഫാദർ വാക്കിംഗ് വിത്ത് കോട്ടൺ യാർൺ എന്നൊക്കെ പറഞ്ഞുള്ള. ഹൗ ഡിഡ് ബബ്ലു നോ ദ റിയൽ കോസ്റ്റ് ഓഫ് കോട്ടൺ? കാര്യം എന്താണ്? ഹിസ് ഫാദർ വാക്കിംഗ് വിത്ത് കോട്ടൺ യാം, കാര്യം അവൻ്റെ വാപ്പ എന്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു? കോട്ടൺ ആയിട്ട് അവൻ്റെ വാപ്പ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വാട്ട് വാസ് ഇൻ ഗൗരീസ് റിയാക്ഷൻ അല്ലേ, വാട്ട് വാസ് ഗൗരീൻ്റെ റിയാക്ഷൻ വെൻ ബബ്ലു ഗേവ് ഹെർ സാനിറ്ററി നാപ്കിന്? അവൾ നാപ്കിന് കൊടുത്ത സമയത്ത് അവളെ റിയാക്ഷൻ എന്തായിരുന്നു? അവൾ നോട്ട് പ്ലീസ്ഡ്, ഷീ വാസ് നോട്ട് പ്ലീസ്ഡ്, അവൾക്ക് സന്തോഷമായില്ല. അതന്നെയാണ് അവളുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. വൈ വാസ് ബബ്ലൂസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ടു മേക്ക് സാനിറ്ററി നാപ്കിൻസ് അൺസക്സസ്ഫുൾ? എന്തുകൊണ്ടാണ് അൺസക്സസ്ഫുൾ ആയത്? എക്സ്പെൻസീവ് ആയിട്ടല്ല, വലുതായിട്ടല്ല, ഗൗരി റെഫ്യൂസ്ഡ് ടു ട്രൈ ഇറ്റ്, അതുകൊണ്ടല്ല. ഹി കുഡ് നോട്ട് മേക്ക് ഔട്ട് ദ റൈറ്റ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ ബ്രാൻഡഡ് നാപ്കിൻ, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ, ക്ലിയർ. പിന്നെ അടുത്തത് വാട്ട് ഡു ഇൻഫർ അബൌട്ട് ബബ്ലൂസ് നാച്ചർ ഫ്രം ദ പാസേജ് ഗിവൺ? ഇദ്ദേഹത്തിൻ്റെ ഒരു നാച്ചർ എന്താണെന്നുള്ളത്? ഹി വാസ് ക്വയറ്റ് സബ്മിസീവ് ഉണ്ട്, ഹി നെവർ ട്രൈ ടു ബി ഇന്നോവേറ്റീവ് ഉണ്ട്, ഹി വാസ് വെരി ഈഗർ ഇന്നോവേറ്റീവ് ആൻഡ് എക്സ്പെരിമെൻറ്റ്, ഹി വാസ് വെരി ഈഗർ ടു ഇന്നോവേറ്റ് ആൻഡ് എക്സ്പെരിമെൻറ്റ് കേട്ടോ. ഹി വാസ് നോട്ട് ഒബ്സസ്ഡ് വിത്ത് ഹിസ് വർക്ക് അല്ല, ഇതാണ് ഉത്തരം. ഐഡൻറ്റിഫൈ ദ നൗൺ ഫ്രേസ് ഇൻ ദ സബ്ജക്റ്റ് പൊസിഷൻ ആൻഡ് വെർബ് ഫ്രേസ് ഇൻ ദ, അതെല്ലാവർക്കും അറിയാം സബ്ജക്റ്റ് അല്ലേ, നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ നൗൺ ഫ്രേസും വെർബ് ഫ്രേസും ഉണ്ടാവില്ലടാ, പണ്ട് നമ്മൾ പഠിച്ചാണ് നൗൺ ഫ്രേസ് വെർബ് ഫ്രേസ്. ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഓഫ് കോട്ടൺ, ഇതാണെന്ത് നൗൺ ഫ്രേസ് എന്ന് പറയുന്നത്. നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് ഏതാണ്? ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഓഫ് കോട്ടൺ എന്ന് പറയുന്നതാണ്. ഇതിൽ വെർബ് ഫ്രേസ് ഏതാണ്? വേർ പ്രൊഡ്യൂസ്ഡ് ബൈ ബബ്ലു ടു മേക്ക് പാഡ്സ് അല്ലേ, അങ്ങനെ എഴുതി വെച്ചാലും മതി. ആ വേറിൻ്റെ അവിടെ നിന്നാണ് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇത് എഴുതി വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യനായി ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ പറഞ്ഞ ഏതും വരാണ്ടെന്നിട്ടില്ല, നമ്മൾ പറഞ്ഞത് തന്നെ എന്ത് ചെയ്തിട്ടുള്ളൂ, വന്നിട്ടുള്ളൂ. അപ്പം MS-ലുള്ള നിങ്ങളുടെ ട്രസ്റ്റും നിങ്ങൾക്ക് എത്രത്തോളം MS-ൻ്റെ വീഡിയോസ് എഫക്റ്റീവ് ആയിട്ടുണ്ട്, ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ, എൻ്റെ ക്ലാസ് ഉണ്ടാവില്ല, ഈ ഷാഫി സാർ ഇത്രയും കഷ്ടപ്പെട്ടെടുത്തുന്നത് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് അയക്കുക. അപ്പോൾ കാണാടാ. താങ്ക് യു വെരി മച്ച്. സീ യു ദർ. ബൈ.